Very good morning to all. Respected Dr. Idris, Dr. P.C. Anwar, Dr. T.P. Ashraf, and other dignitaries on the dais, off the dais, and dear delegates. And our Madam, Dr. Adila Abdullah IAS. Madam, I already inaugurated this program. First of all, I would like to thank the organizers, Tanal Diksha team, Dr. Idris and Dr. P.C. Anwar and the whole team for inviting me for this program. I think most of the delegates from Kerala, Vinod is sitting here. So may I speak in Malayalam? Yes, everybody. Okay. ഞാൻ ഈ ഇക്രയുടെ ഈ ഇൻ്റർവെൻഷൻ സെൻറ്റർ നമ്മളെപ്പോഴും റോഡിൽ പോകുമ്പോൾ തണൽ നിങ്ങളെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാറുണ്ട്. ബാക്കി ഞാൻ നേരത്തെ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് P.C. അൻവർ ഇവരുമായിട്ടൊക്കെ ഇദ്രീസായിട്ടൊക്കെ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നിപ്പ കോവിഡ് സമയങ്ങളിലൊക്കെ കോവിഡിന് എനിക്ക് തോന്നുന്നു ദ ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് ശൈല ടീച്ചർ മിനിസ്റ്ററായ കാലത്ത് നമ്മുടെ ആദ്യത്തെ ആ ഒരു ടഫ് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇക്രയായിരുന്നു ആദ്യം നമ്മുടെ കൂടെ വന്ന നവീൻ മേ ബി റിമെമ്പറിങ് ഗവൺമെൻറ് സെക്ടറിൽ ശരിക്ക് ആ ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് അത്ര കൊളാബറേഷനോടുകൂടി ചേർന്നുകൊണ്ട് ഇക്രയുടെ സൈക്യാട്രിക് സെൻറ്റർ നമുക്കത് തരികയും അവിടെ ഫുൾ സപ്പോർട്ട് അങ്ങനെയാണ് ഇക്രയുടെ കുറേ സോഷ്യൽ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കി എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഡോക്ടർ അഷ്റഫും ഞാനും 2 ബാച്ച് വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സാണ്, നമ്മുടെ കോമ്പൗണ്ട് വാൾ ഷെയറിങ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കഴിഞ്ഞ ഒരു വർഷം മഞ്ചേരി ഞങ്ങൾ അഷ്റഫ് പീഡിയാട്രിക്സ് HOD, ഞാൻ മെഡിസിൻ HOD ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാറിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കുറേ കാര്യങ്ങൾ നമ്മുടെ അങ്ങോട്ടും തിരിച്ചുള്ള യാത്രകൾ 1 മണിക്കൂർ അങ്ങോട്ടും 1 മണിക്കൂർ ഇങ്ങോട്ടും ഈ ആനുകാലിക സംഭവങ്ങളാണ് നമ്മുടെ ഡിസ്കഷൻ റാദർ ദാൻ അക്കാഡമിക്സ്. അപ്പോൾ നമ്മൾ അവിടെയും മഞ്ചേരിയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസാരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ. അഷ്റഫിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, അഷ്റഫിൽ കൂടിയാണ് ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്. കാരണം പീഡിയാട്രിക്സ്, പിന്നെ ഡോക്ടർ അഷീൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അഷീൽ അന്ന് നമ്മുടെ കോവിഡ് കാലത്തൊക്കെ വളരെ ആക്റ്റീവ് ആൻഡ് ഡൈനാമിക്കായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. പിന്നെ നവീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അഷ്റഫിൽ കൂടിയാണ് ഞാൻ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ അതിൻ്റെ ഓഫീസർ ഇൻചാർജുള്ള CEO ആയിരുന്നു ആ സമയത്ത്, MK മുനീർ സാറുള്ള സമയത്ത്. മുനീർ സാറും ഞങ്ങളും ഒരുമിച്ച് ആണ് ഹൗസ് സയൻസ് ചെയ്തത്. എൻ്റെ 2 പേർ സീനിയറാണ്. ഹൗസ് സയൻസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അഷ്റഫ് ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 1-2 മീറ്റിങ്ങിൽ ഇതേപോലെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ അഷ്റഫ് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് നടക്കാത്ത സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി പറയും. 1-2 കോഴിക്കോട് അദ്ദേഹത്തിന് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് 2 ജില്ലയിലാണ് അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റാതെ പോയത്. പക്ഷേ ആ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ അത് ആശംസിക്കുന്നു. കാരണം കോഴിക്കോട് നമ്മുടെ ഓൾ കേരള തന്നെ നമുക്കറിയാം, കേരള മോഡൽ എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു നമ്മളെ മിനിസ്റ്റേഴ്സൊക്കെ എത്തുമായിരിക്കും. പക്ഷേ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ മാത്രമായി പോയതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു എൻ്റെ 4ാമത്തെ പ്രോഗ്രാമാണ്. രാവിലെ IMA വാക്കത്തോൺ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 6:30. പിന്നെ നമ്മുടെ IMCHലെ ഗോൾഡൻ ജൂബിലി ആണ് ഇന്ന്. നമ്മുടെ 50 വർഷമായി IMCH തുടങ്ങിയിരുന്ന ചിൽഡ്രൻസ് ഡേ കൂടിയാണ്. ഈ ഒരു ഏർലി ഇൻ്റർവെൻഷൻ ഈ കുട്ടികളിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും, ജന്മനാലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം എവിടെ വെച്ച് നമുക്കത് സ്ക്രീൻ ചെയ്യാം. ഈവൻ നൗ ദ ടെക്നോളജി ഈസ് അഡ്വാൻസ്ഡ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ജെനറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ വിനോദ് നേരത്തെ ഈ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന കാലം മുതലേ ഇൻട്രസ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അതായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജെനറ്റിക്സ് വിദഗ്ധനാണ് അദ്ദേഹം. കാരണം നമുക്ക് കുറേ കോവിഡ് കാലത്ത് നിപ്പ കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവനം പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിങ് പ്രോഗ്രാം, നിങ്ങളുടെ ടോപ്പിക്ക് കണ്ടു, സ്ക്രീനിങ് പ്രോഗ്രാം അത് ആൻറ്റിനേറ്റൽ ആൻഡ് ഈവൻ ദ മാരേജ് കൗൺസിലിംഗ് മുന്നേ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ പല ടെക്നോളജി ആ ലെവലിലാണ് പോകുന്നത്. ജനറേഷൻ ഓൾസോ ചേഞ്ച്. സോ എവിടെ വെച്ച് സ്ക്രീൻ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് സ്ക്രീനിങ് വേണ്ടത്. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ, ദീസ് ആർ ദ തിങ്സ് ഐ ഹാഡ് ലേൺഡ് അപ്പാർട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫ്രം അവർ TP Ashraf.
5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ ഇത് സ്ക്രീനിങ് എങ്ങനെ ചെയ്യാം, എവിടെ ഇൻ്റർവീൻ ചെയ്യണം, എപ്പോഴാണ് എങ്ങനെ ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട്സ്. അതേപോലെ നമുക്കറിയാം, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പലരും ഇപ്പോൾ ഒരു അമ്മയുടെ ഒരു പാരൻസിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവരുടെ കാലം കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ നോക്കും എന്നുള്ള ഒരു ചിന്ത ആദ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പം ഇവരെ ഏർലി ഇൻ്റർവെൻഷൻ, ഓരോ ഡിസബിലിറ്റിയും ചില മൈൽഡ് ടു മോഡറേറ്റ് സിവിയർ എന്ന് പറയുന്ന പോലെ ഓരോന്നിലും ഇൻ്റർവെൻഷൻ വ്യത്യാസമായിരിക്കാം. പക്ഷേ അവരെ ഏർലി പിക്ക് ചെയ്ത് അവർക്കുള്ള ആ ഇൻ്റർവെൻഷൻ കൊണ്ട് അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക. സ്വന്തം കാര്യങ്ങൾ ഏത് ലെവലിൽ അവർക്ക് ചെയ്യാൻ പറ്റും അവരെയും കൂടി സമൂഹത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭത്തിന് ഈ തണൽ എന്നുള്ള ഈ ഒരു സംരംഭത്തിൽ കൂടി അവർ ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും അറിയാം. അത് വളരെ മഹത്തരമാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ആൾക്കാർ ഇന്നിവിടെ ഈ ജെനറ്റിക് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ പീഡിയാട്രീഷ്യൻസ്, അതേപോലെ തന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്ന ഡോക്ടർമാർ, അതേപോലെ പാരാമെഡിക്കൽ വിഭാഗങ്ങൾ, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇവിടെ ചേരുന്നുണ്ട് ഈ വർക്ക്ഷോപ്പിന്. ഈ ടോപ്പിക്സ് ഞാൻ വായിച്ചു നോക്കി, പല രീതിയിൽ അത് നിങ്ങളെ ആ ഒരു ഇൻ്റർവെൻഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം, കാരണം പാരൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ ടൈഡ് ഓവർ ചെയ്യാം, അത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, പിന്നെ അവരെ എഡ്യൂക്കേഷൻ ഒരു ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. കാരണം ഈ ടൈമിൽ ഇൻ്റർവെൻഷൻ, ആ 5 വർഷം കൊണ്ടുള്ള ആ ഇൻ്റർവെൻഷൻ, ഏർലി ഇൻ്റർവെൻഷൻ കൊണ്ടാണ് ഏറ്റവും ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് നമ്മുടെ സമൂഹത്തിലെത്തിച്ച് നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ സ്വയം പര്യാപ്തതയിലേക്ക് പരമാവധി എത്തിച്ചു കൊണ്ടുവരാനുള്ള പാരൻസിനും എല്ലാവർക്കുള്ള ട്രെയിനിങ്ങും, അതേപോലെയുള്ള നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാവരെയും ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് ശാസ്ത്രീയമായി പുരോഗതിയിലേക്ക് ഈ കുട്ടികളുടെ അവരുടെ പരമാവധി അവരെ ഡിസബിലിറ്റിയിൽ നിന്ന് അവരുടെ എങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിതം, സോഷ്യൽ ജീവിതം നയിക്കാനുള്ള അവർ ഇൻ്റലക്ച്വൽ ഏത് ലെവലിലേക്ക് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir, for sharing your valuable insights and encouragement. We shall now move on to the felicitation ceremony. May I now invite Dr. B. Mohammed Ashil, National Professional Officer, World Health Organization, India, a visionary leader in health system strengthening and public health innovation. Please, sir.